എന്റെ പേര് ശ്രീന. ഞാൻ താമസിക്കുന്നത് ഫ്ലോറിഡയില് USA ഞാൻ റീസെന്റ് ആയിട്ട് എൻഗ്ലക് സാറിന് പാസ്സായത്. എപ്പെക് സാറിൻ പ്രഭു വഴിയാണ് ഞാൻ പാസ്സായത്. 100% ജിൻസി മാമിന്റെ ക്ലാസ്, ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഓരോ രീതികള്, തരുന്ന നോട്ട്, ആ നോട്ടെന്ന് പറഞ്ഞാൽ ഒരു വായുഗുളിക പരുപ്പത്തില് നമുക്ക് ആവശ്യമുള്ളത് മാത്രം, ആ നോട്ട് മാത്രം പഠിച്ചാൽ മതിയെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ ആ നോട്ട് മാത്രം പഠിച്ചാൽ മതി. ആ നോട്ടിൽ ആ എൻട്രൻസ് സാറിന് എക്സാമിന് വേണ്ട എല്ലാ സാധനങ്ങളും, എല്ലാ ടോപ്പിക്സും അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പറയുന്ന മെഡിസിൻസ്, പറയുന്ന ഡിസീസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മാം പറയുന്ന പോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. മാം നമ്മളെ ഓരോ ദിവസവും നമ്മൾ പഠിപ്പിച്ചത് മനസ്സിലായോ, മനസ്സിലായിട്ടില്ലെങ്കിൽ അതെങ്ങനെയാ നമ്മൾ പഠിക്കേണ്ടത്, അതെല്ലാം പുള്ളിക്കാരി നമുക്ക് പറഞ്ഞു തരുമെന്നുള്ളതാണ്. ഞാനൊരു 5-8 കോഴ്സെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞാൻ നാട്ടിൽ GNM 2003 പാസ്സായതാ. അപ്പം ഇത്രയും നാളത്തെ ഗ്യാപ്പിന് ശേഷം 2018 മുതല് ഞാൻ ഈ കോഴ്സിൽ എൻഗ്ലക് സാറിൻ ട്രിപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാ. പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്തിട്ടും എൻഗ്ലക് സാറിന് നമുക്ക് എപ്പെക് സാറിൻ ട്രിപ്പ് മാത്രം, ജിൻസി മാമിന്റെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉപയോഗമായത്. മാം എന്ത് പറയുന്നോ, എന്ത് പഠിപ്പിക്കുന്നോ അത് നമ്മൾ ഫോളോ ചെയ്താൽ എനിക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാകാൻ പറ്റും. മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാന് ഇത്രയൊക്കെ നമുക്ക് നേടാൻ പറ്റുമെങ്കിൽ ഈശോയുടെ ഒരു വലിയ എന്നാ പറയട്ടെ കൃപാകടാക്ഷം ഇതിനകത്ത് നമുക്കുണ്ടായിരുന്നത്. പക്ഷെ ജിൻസി മാമിനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈശോയിലൂടെ കണ്ടെത്തി തന്നെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അങ്ങനെ എനിക്ക് ജിൻസി മാമിനെ കിട്ടിയത്. എന്തായാലും ജിൻസി മാമിന്റെ ക്ലാസ്, എപ്പെക് സാറിന്റെ, ഇപ്പൊ എനിക്ക് അറിയത്തില്ല, 1 കോടി നന്ദിയാണ്. എന്റെ ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കുവാണോ എനിക്ക് അറിയത്തില്ല. അത് അതേപടി മാം എന്ത് പറയുന്നോ, എന്ത് പഠിപ്പിക്കുന്നോ അത് നിങ്ങൾ പഠിക്കുക. പഠിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഞാനൊരു ബിഗ് സീറോ ആയിരുന്നു. മാമിനോട് ചോദിച്ചാൽ അറിയാം. ക്ലാസ് തുടങ്ങിയപ്പോ എനിക്ക് ഒന്നും അറിയത്തില്ല. എത്ര വർഷം ഞാൻ ട്രൈ ചെയ്യുന്ന ഈ എൻഗ്ലക് സാറിൻ ട്രിപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ ആ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ്. ഈ പ്രാവശ്യം ഞാൻ എക്സാമിന് പോയപ്പോൾ എനിക്കൊരു ടെൻഷൻ ഇല്ല. ഇതെന്റെ 8ാമത്തെ പ്രാവശ്യത്തെ പരീക്ഷയായിരുന്നു. ഒരു ടെൻഷൻ ഇല്ല. ക്വസ്റ്റ്യൻ ഞാൻ എത്ര ഈസി ആയിട്ട്, മാം എന്ത് പറഞ്ഞോ, എങ്ങനെ ഫോളോ ചെയ്യാൻ പറഞ്ഞോ, ഓരോ ക്വസ്റ്റ്യനും ഞാൻ എടുത്തു വെച്ച് മാം പറഞ്ഞ പോലെ ഫോളോ ചെയ്ത് ഈശോയോട് പറഞ്ഞ് ഞാൻ ഓരോ ആൻസറും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ പരീക്ഷ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയപ്പം ഞാൻ ഒരു ടെസ്റ്റ് മണി പോലും എഴുതി വെച്ചിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ എന്നെ ഇടയാക്കരുത് എന്ന്. അപ്പം ഞാനൊരു ബിഗ് സീറോയിൽ നിന്ന് എന്നെ ഒരു നേഴ്സാക്കി തീർത്തതില് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും, ഒരാൾ പോലും കോൺഫിഡൻസ് ഇല്ലാതിരിക്കരുത്. എല്ലാവരും പാസ്സാകും. അതുകൊണ്ട് നിങ്ങൾ എപ്പെക് സാറിന് എന്തായാലും 100% നിങ്ങൾ വാല്യൂ കൊടുത്ത് അത് പഠിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയ്ക്കും വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളും അതിന് ഇഫോർട്ട് കിട്ടണം. എനിക്കൊക്കെ സമയം പോലും ഇല്ലായിരുന്നു. ഞാൻ 8 മണിക്കൂർ 5 ദിവസം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ എന്നാ പറയണ്ടേ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ചിലപ്പം 4 വയസ്സുള്ള കൊച്ചുണ്ട്, കൊച്ചിന്റെ പുറകെ ഓടി കളിക്കണം. ഞാൻ ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്നാ പഠിക്കുന്നത്. അപ്പം നമ്മളും അതിന് ഇഫോർട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഒരു ദിവസം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജിൻസി മാമിനെ വിശ്വസിക്കുക, എപ്പെക് സാറിനെ വിശ്വസിക്കുക, എല്ലാവരും പാസ്സാകും.